നമസ്കാരം. ചലച്ചിത്ര താരങ്ങളോട് മലയാളികൾക്കും ഒരു പ്രത്യേക ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഓരോ വാർത്തകളും അതിവേഗത്തിലാണ് പ്രചാരം നേടുന്നത്. മലയാളത്തിലെ മുടിചൂടാമന്മന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം അണിനിരക്കുന്ന അമ്മ എന്ന താര സംഘടന മലയാളികളുടെ ഒരു പൊതുവികാരം തന്നെയാണ്. എന്നാൽ ഈ അടുത്തിടെയായി ആ സംഘടനയ്ക്കുള്ളിൽ നിന്ന് ചീഞ്ഞുനാറുന്ന വാർത്തകൾ മലയാളികളെ ആകെ നാണക്കേടിലാക്കിയിരിക്കുകയാണ്. അഭ്രപാളിയിൽ കാണുന്നത് പോലെ ആരും യഥാർത്ഥ ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും നന്മയും സംസ്കാരവും സൂക്ഷിക്കുന്നവർ അല്ല എന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധം സാധാരണക്കാരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് അമ്മയ്ക്കുള്ളിൽ അരങ്ങേറിയതും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും. അതിനു പിന്നാലെ ഇപ്പോഴാണ് ഈ ചീഞ്ഞ സംഘടനയിൽ നിന്ന് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ ഇറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും സമൂഹ മാധ്യമത്തിൽ ശക്തമാകുന്നുണ്ട്. പല അംഗങ്ങളും രാജിവെക്കുന്നതിന് പിന്നാലെ മോഹൻലാൽ രാജിവെച്ചു എന്നൊരു വാർത്തയാണ് എല്ലാവരും ഭയത്തോടെയും ഒപ്പം ആകാംക്ഷയോടെയും കാത്തിരിക്കുന്നത്. ഒരു തരത്തിൽ അമ്മ സംഘടനയുടെ തലപ്പത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചതിനു ശേഷം തന്നെയാണ് സംഘടനയെ ചുറ്റിപ്പറ്റി ഇത്രയേറെ വിവാദങ്ങൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇപ്പോൾ താരസംഘടനയുടെ അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജിക്ക് പിന്നാലെ രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിക്ക് കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എറണാകുളം മുൻസിഫ് കോടതിയുടേതാണ് നടപടി. ശ്വേതാ മേനോൻ പ്രസിഡന്റായ കമ്മിറ്റിക്ക് തുടരാമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്വേതാ മേനോൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവിട്ടത്. കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ ഔദ്യോഗികമായി രാജിവെച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി അഡ്ഹോക് കമ്മിറ്റി അംഗമായ KB ഗണേഷ് കുമാർ ശ്വേതാ മേനോനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ അഡ്ഹോക് കമ്മിറ്റിയെ തള്ളി ശ്വേതാ മേനോനും രംഗത്തെത്തി. തുടർന്നാണ് ശ്വേത കോടതിയെ സമീപിച്ചതെന്നാണ് റിപ്പോർട്ട്. ജൂൺ 21 കൊച്ചിയിൽ നടന്ന വാർഷിക ജനറൽ ബോഡിയിലാണ് ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിച്ചത്. യോഗത്തിൽ നിലവിലെ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവു ചെലവ് കണക്കുകളിൽ വ്യക്തത ഇല്ല എന്നും പാസാക്കാൻ കഴിയില്ല എന്നും അംഗങ്ങളിൽ ചിലർ നിലപാടെടുത്തു. തുടർന്നാണ് തന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെക്കുകയാണെന്ന് ശ്വേത പ്രഖ്യാപിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് BJPക്ക് സ്ഥാനാർത്ഥികളെ നൽകാൻ ശ്രമിച്ചുവെന്ന് ബാബുരാജ് ആരോപണം ഉയർത്തിയതോടെ ശ്വേത സംഘടനാ അംഗത്വം തന്നെ ഒഴിയുകയാണെന്നും പ്രഖ്യാപിച്ചു. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നും രാജി പ്രഖ്യാപിച്ചു. തുടർന്നാണ് ജനറൽ ബോഡി രമേശ് പിഷാരടി MLA നേതൃത്വത്തിലുള്ള താൽക്കാലിക സമിതിയെ ഭരണനിർവഹണത്തിനായി നിയോഗിച്ചത്. 4 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തി അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അധികാരം ഏൽക്കും വരെ അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല നൽകി. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അമ്മ ഓഫീസിലെത്തി കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ശ്വേത ഉൾപ്പെടെയുള്ളവർ രാജിക്കത്ത് കൈമാറിയിട്ടില്ല എന്ന് വ്യക്തമായത്. അൻസിബ ഹസൻ നേരത്തെ രാജിവെച്ചിരുന്നു. തുടർന്നാണ് അമ്മയിലെ തർക്കം പരസ്യമായത്. ഓഫീസ് ജീവനക്കാരുടെ ആരോപണങ്ങളെ തുടർന്ന് ട്രഷറർ ഉണ്ണി ശിവപാലിനെ മാറ്റി നിർത്തിയിരുന്നു. കൈലാഷ്, ജോയ് മാത്യു, ജയൻ ചേർത്തല എന്നിവർ കഴിഞ്ഞ ദിവസം രാജിയും നൽകി. എന്നാൽ രാത്രിയോടെ അഡ്ഹോക് കമ്മിറ്റിക്ക് കോടതി വിലക്കേർപ്പെടുത്തിയതിനു പിന്നാലെ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് രമേശ് പിഷാരടി MLAയും രാജിവെച്ചു. സംഘടനയെ കോടതി കയറ്റാൻ ആഗ്രഹിക്കുന്നില്ല, കോടതി വിധി മാനിക്കുന്നു. ശ്വേതാ മേനോനുമായി സംസാരിച്ച ഓഡിയോ പുറത്തു വന്നതിൽ വേദനയുണ്ട്. അത് ലീക്കായതല്ല, റിലീസാക്കിയതാണ്. അതാരാണെന്ന് ആ ഓഡിയോ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ടാണ് രാജിയെക്കുറിച്ച് വിശദീകരിച്ചത്.